വെൽക്കം ബാക്ക് ടു അന്നാസ് രുചിക്കൂട്ട്. ഇന്ന് ഞാനൊരു ഫുഡ് ചലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാനുണ്ട്, എൻ്റെ 2 മക്കളും അപ്പുറം ഇപ്പുറം ഇരിക്കുന്നുണ്ട്. അപ്പൊ ആഡ്മിനും ജോവിനും, അതായത് എൻ്റെ ഡുഡുമോനും വിട്ടുമോനും, അങ്ങനെയാണ് എനിക്ക് വായിൽ വരുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇത് ചെയ്യാൻ പോകുന്ന ചലഞ്ച് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലുണ്ടാവും. പാനിപ്പൂരി ആരാദ്യം ഫസ്റ്റ് കഴിച്ച് തീർക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് 3 പേർക്ക് 3 സെപ്പറേറ്റ് ആയിട്ടാണ് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. കാരണം ഒരേ സമയത്തൊന്നും ഞങ്ങൾ കഴിക്കുകയാണ്, അല്ലെങ്കിൽ കൂടുതൽ ലാഗാവും. ഒരേ സമയത്തൊന്നും കഴിക്കുന്നുണ്ടെന്ന് ടൈമറൊന്നും ഞങ്ങൾ വെച്ചിട്ടില്ല. ആരാദ്യം ഫസ്റ്റ് കഴിച്ച് തീർക്കുന്നു അല്ലേ, ആ രീതിയിലല്ലേ വന്നേക്കണം. പിന്നെ ഞങ്ങൾ 15 പൂരി വെച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. ഈ 15 പൂരി കഴിച്ച് തീർക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ചലഞ്ച്. എനിക്ക് എത്രത്തോളം പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനിത് അധികമൊന്നും കഴിച്ചിട്ടില്ല, 2-3 കഴിച്ചിട്ടുള്ളൂ. അപ്പം ട്രൈ ചെയ്യാം. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാകും, പ്രത്യേകിച്ച് 2 പേർക്കും. ഇയാൾക്ക് വിട്ടുമോന് കൂടുതൽ ഇഷ്ടമാണ്. അപ്പം ഇത് ആരാദ്യം കഴിച്ച് തീർക്കുന്നു. ഇനി അഥവാ ഇടയിൽ വെച്ച് നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. ആർക്കായാലും ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള 2 വരുന്നിടത്ത് അവർക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ ചലഞ്ച്. അപ്പം ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. സ്റ്റാർട്ട് ചെയ്യാം. റെഡിയാണോ? ഇത് പൊട്ടിച്ചെരുമ്പോ പപ്പടം പോലെ പോകുന്നറിയില്ല. ഇപ്പൊ വെച്ചിരിക്കുന്ന അത് പരിചയപ്പെടുത്തട്ടെ. എന്തൊക്കെയാ ഞങ്ങൾ വെച്ചിരിക്കുന്ന പറയാം. പൂരിയുടെ ഒപ്പം ഞങ്ങൾ ഒന്ന് മസാല അതിന്റെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രീൻ സോസ് കേട്ടോ, ഗ്രീൻ പാനി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ റെഡ് കളറിൽ സോസ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ 3 കൂട്ടിയാണ് കഴിക്കേണ്ടത്. അതിൽ മെയിൻ ആയിട്ട് റെഡ് സോസ് ആഡ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഈ 2 ഐറ്റവും നമ്മൾ കമ്പൽസറി ആയിട്ട് ആഡ് ചെയ്തിരിക്കണം. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ചലഞ്ച് തുടങ്ങാൻ പോണാണ്. അപ്പൊ ഇത് പൊട്ടിച്ച് വരുമ്പോ തുടങ്ങാം. പപ്പടം പോലെ ആവുന്ന സ്റ്റാർട്ട് പറയട്ടെ. അവിടെ വെച്ചോ. 3, 2, 1 സ്റ്റാർട്ട്. മക്കളാണോ നമുക്ക് വിട്ടല്ലോ കേട്ടോ. ഞാൻ മാക്സിമം വിട്ടേ.
ഇട്ടു സമ്മാനമൊന്നുമില്ല, ഇതിന് സമ്മാനമൊന്നും ആക്കൂല കേട്ടോ. എന്നിട്ട് ഈ കോമ്പറ്റീഷൻ ഇത്രയും മത്സരം നോക്കിയാ ഇവര് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിർത്താം, അതൊരു കാര്യം കേട്ടോ. കാരണം എന്റെ തീരൂല, അത് നമുക്ക് അത്രയും പറ്റുമെന്ന് തോന്നില്ല കേട്ടാ. ഏജിന്റെ ആയിരിക്കും. ഈ പിള്ളേര് കഴിക്കുന്ന പോലെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. മാക്സിമം സ്പീഡിൽ തന്നെ ആയിട്ട് കഴിക്കണം. അതിന് ആരുടെ വായ പൊളുത്തിരണം. രണ്ടുപേരും ഒരേ സമയത്ത് എന്താ ഫ്രണ്ട്സ്, രണ്ടുപേരും ഒരേ സമയത്ത് വരുന്നുണ്ട്. ആദ്യം ഇവിടെ തിന്നോളെ, ജസ്റ്റ് രണ്ടുപേർക്കും ഒരേ തന്നെ കൊടുക്കാൻ തോന്നും. ഒരേ സമയം രണ്ടുപേരുടെ കണ്ണ് പ്ലേറ്റിൽ പരസ്പരം ഇടുന്നത്. രണ്ടുപേരും നല്ല കോമ്പറ്റീഷൻ. എന്താ നോക്കിയേ, ഇപ്പോഴും ഇതെന്നെ ഇട്ടാ ഇവരുടെ പ്ലേറ്റിൽ രണ്ടുപേരും വെള്ളമുണ്ട് കേട്ടാ. പൂരി എല്ലാം കാലിയായിട്ടുണ്ട്. രണ്ടുപേരും ഒരേ സമയത്ത് വായിലെടുത്ത് വെക്കുകയും ചെയ്ത് തീർക്കുകയും ചെയ്തു. ഒരു ചെറിയ എനിക്കൊരു സെക്കൻഡ്സിലാണോ അല്ലേ? പക്ഷെ ഫസ്റ്റ് ഞാനൊക്കെ വായിൽ തുറക്കാൻ നിൽക്കണേ. അവൻ വായിലോട്ട് വെക്കണത് കണ്ടത് ഇങ്ങോട്ട് വേഗം എടുത്തിട്ടത്. അപ്പൊ ഫസ്റ്റ് ഡൂഡു, അത് കഴിഞ്ഞിട്ട് മിട്ടും. എനിക്കൊരു എന്റെ ഇത് എങ്ങനെ കഴിച്ചിട്ട് എനിക്ക് പറ്റില്ല. എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് പറ. നല്ല ടേസ്റ്റ് ഉണ്ടായി. ടേസ്റ്റ് അറിയാനാ കഴിച്ചത്. എന്നാലും കഴിക്കാൻ പറ്റുന്നത് എങ്ങനെ ഇത് ഇത്ര സ്പീഡില്? എനിക്ക് പറ്റേട്ടാ ഡൂഡു മോനാ. വീഡിയോ കഴിച്ചോണ്ട് ടേസ്റ്റ് ഒന്നും തോന്നില്ല. ടേസ്റ്റ് തൊലി പോയല്ലോ. ആ ഇത് പൊട്ടിച്ചാ ഇങ്ങനെ ഇതൊക്കെ ആരെങ്കിലും ചെയ്തു കൊടുക്കുകയാണ് സാധാരണയൊക്കെ ചെയ്തത്. ഞാൻ തോറ്റിട്ടെ. എനിക്ക് ബാക്കി എത്രയുണ്ട്? 3, 4, 5, 6, 7, 8 എണ്ണം ബാക്കിയുണ്ട് കേട്ടോ. കുഴപ്പമില്ലല്ലേ, 15 അത്രയെങ്കിലും ഞാൻ കഴിച്ചല്ലോ. 8 എണ്ണം ബാക്കി നല്ല ഡെക്കറേഷൻ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പൊ ഈ ചലഞ്ചിൽ ഇവർ രണ്ടുപേരും വിൻ ചെയ്തു. ഫസ്റ്റ് ഡൂഡു, പിന്നെ സെക്കൻഡ് മിട്ടു, തേർഡ് ഞാൻ തോറ്റു തൊപ്പിട്ടു. ഞാൻ തോറ്റില്ലടാ, ഹാപ്പി ആയില്ലേ? പക്ഷെ ഞാൻ മാക്സിമം ട്രൈ ചെയ്തില്ലേ? ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടോ. അപ്പൊ ഈ ഫുഡ് ചലഞ്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഫ്രണ്ട്സ്. അപ്പൊ ഈ ഫുഡ് ചലഞ്ചിന് വേണ്ടി പൂരി മാത്രമുണ്ട് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയത്. ചട്നിയും ഇതെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കി. പൂരി ഉണ്ടാക്കാൻ സമയം കിട്ടൂലായിരുന്നു, കാരണം ഓഫീസിൽ നിന്ന് വന്നിട്ടാണ് ഞാനിത് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഞാൻ ഓർത്തു വീട്ടിൽ തന്നെ ഉണ്ടാക്കാന്ന് ഓർത്തു. കുറച്ചും കൂടെ നമുക്ക് ഫ്രഷ് ആയിട്ട് പിള്ളേർക്ക് കൊടുക്കാമല്ലോ വിശ്വസിച്ച്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ചു നോക്കത്തുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇത് കഴിച്ചതിൽ എനിക്കൊന്നും ഞാൻ മട്ടിക്കുന്നുണ്ടായിട്ടോ. എനിക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റില്ല. ഇനി ഇത് കൂടുതൽ ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഛർദ്ദിച്ചേനെ. എനിക്ക് പറ്റില്ല ഇവരെ പോലെ കഴിക്കാനൊന്നും. എനിക്ക് എരിവാ, ഇവൻ ഇച്ചിരി എരിവൊക്കെ അരിയത്തോടൊപ്പം. എന്താണ് അതിന്റെ എന്താ പറയണ്ടേ? സവാള മണമല്ല, എരിവ്. മൂക്കി കയറിട്ട് ഓക്കെ ഫ്രണ്ട്സ്. പിന്നെ ജയിച്ചത് കണ്ടല്ലോ, രണ്ടുപേരും എനിക്ക് തോന്നുന്നു സെക്കൻഡ്സാണ്. 1 സെക്കൻഡ് 2 സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് ഡുഡുവും മിട്ടുവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് വന്നിട്ടുള്ള. ഡുഡു ജയിച്ചത് ഫസ്റ്റ്, മിട്ടു സെക്കൻഡ് ആയത്. എന്തായാലും രണ്ടുപേർക്കും തുല്യമായിട്ടുള്ള ഇത് തന്നെ ഞാൻ കൊടുക്കാം. സമ്മാനം ഒന്നും ഞാൻ കൊടുക്കുന്നില്ല, രണ്ടുപേർക്കും സമ്മാനമില്ല. ഫുഡ് ചലഞ്ചിൽ വിജയി എന്ന് ഞാൻ പ്രഖ്യാപിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഈ ഫുഡ് ചലഞ്ച് ഫസ്റ്റ് ടൈമായിട്ടാണ് ഞാൻ ഫുഡ് ചലഞ്ച് ചെയ്യണത്, അത് മക്കളായിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം കമൻറ്റും കൂടെ ഒന്ന് ചെയ്യുക. അപ്പോൾ ഞാൻ കൂടാതെ വേറെ നിങ്ങളുടെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ നിർബന്ധമായിട്ടൊന്ന് അറിയിക്കുക, അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്നവരെ ബൈ.